ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംഭൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2025 ജൂലൈ മാസം 13-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. കൊല്ലവർഷം 1200-ാം ആണ്ട്. മിഥുനമാസം 29-ാം തീയതി മുതൽ കർക്കിടക മാസം 3-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ. ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകിച്ച് 12 രാശികളിലായിട്ടാണ് പറയുന്നത്. ഒരു രാശി 2.25 നക്ഷത്രമാണ്. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു ആഴ്ചയാണ്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ഏഴരശനിയൊക്കെ ആരംഭിച്ച ഈ കാലഘട്ടം വളരെ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ച. എങ്കിലും തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. ധനസ്ഥാനത്തെ ശുക്രന്റെ സ്ഥിതി കൊണ്ട് അപ്രകാരമാണ് കാണുന്നത്. കലാരംഗവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് കലയുടെ ആവാന്തര വിഭാഗങ്ങൾ, വാഹന സംബന്ധമായിട്ടും ഓഫീസ് വർക്കുകൾ ചെയ്യുന്നവർക്കും ഒക്കെ പൊതുവെ നന്നായിരിക്കുന്ന ഒരു ആഴ്ച. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാഭംഗം വന്നു ചേരുന്നതിനോ വിദ്യാ അലസത വന്നു വിടുന്നതിനോ സൂചനയുള്ളതിനാൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യ സമ്പൂർണമായ കാലം. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഈ ആഴ്ച സൂചകമായിരിക്കുന്നതുമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങിയ നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളുമുള്ള ആഴ്ച. അതായത് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹവും രാശിയിൽ തന്നെ രാശ്യാധിപൻ പൂർണ്ണപരവാനായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സമയം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. പ്രവർത്തന രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ സഹായത്തിനുണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ധന ആഗമന യോഗം ഉണ്ടാകും. കടങ്ങൾ വീടുന്ന രീതിയിലോ ഒക്കെ ആകാം. നിയമപരമായ പ്രശ്നങ്ങൾ വിട്ടുപോകുന്നതിനുമൊക്കെ സൂചന. കുടുംബത്ത് ചില അലോസരതകളും അഭിപ്രായ വ്യത്യാസങ്ങളും സഹോദര സ്ഥാനീയർ മൂലമോ കുടുംബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകാതെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ട് ചില പ്രശ്നങ്ങൾ സഹപ്രവർത്തകരുമായിട്ടും മേലധികാരികളും ഒക്കെ ആയിട്ട് ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഫലങ്ങൾ ആണ് വന്നു ചേരുക. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ അലസത വന്ന് വിടുവാൻ സൂചനയുണ്ട്. വിദ്യാഭാവത്തിലേക്ക് ശനിയുടെ ബന്ധം ഉള്ളതിനാൽ അന്നത്തെ കാര്യങ്ങൾ അന്നന്ന് ചെയ്തു തീർത്താൽ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് രാശ്യാധിപന്റെ സ്ഥിതി അനുസരിച്ചും സർവേശ്വരകാരകനായ വ്യാഴം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതും ഒക്കെ വളരെ അനുകൂലം. അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും, വിജയങ്ങൾ വന്നിച്ചേരും. സാഹിത്യകാരന്മാർക്കും കലയുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവരും
IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ്. ദീർഘനാളുകളായിട്ട് ഒരു ഗൃഹം വാങ്ങണം എന്ന് വിചാരിക്കുന്നവർക്ക് പഴയതായാലും ഒരു ഗൃഹം വന്നു ചേരുന്നതിന് യോഗമുള്ള ഒരു ആഴ്ചയാണ്. സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക്, അതായത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയം. അധിക കടബാധ്യതകൾ ഒന്നും വരാതെ വളരെ ജാഗ്രത പാലിക്കണം. സുഹൃത്തുക്കൾ മുഖാന്തരം ചില ക്ലേശങ്ങളും സൂചകം. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണറത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. വ്യാഴത്തിൻ്റെ അവസ്ഥ കൊണ്ട് 12-ാം ഇടത്താണ് സ്ഥിതി ചെയ്യുന്നത്. രാശിയിൽ ആഗ്നേയ ഗ്രഹമായ ആദിത്യൻ്റെ സാന്നിധ്യം കൂടി ഉള്ളതിനാൽ ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. ധാരാളം പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് വളരെ നല്ലതാണ്. സംസാരത്തിലൊക്കെ പിഴവുകൾ മൂലം ഏറ്റവും വേണ്ടപ്പെട്ടവർ ശത്രുക്കളാകാതെ വളരെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാർ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ബിസിനസ്സുകളും വ്യാപാര സ്ഥാപനങ്ങളോ മറ്റ് കമ്പനികളുമൊക്കെ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില പോരായ്മകൾ വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ ജോലി രംഗത്ത് വളരെ കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ ശ്രദ്ധയും അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം നിയമപരമായ പ്രശ്നങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. സഹോദരസ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായിക്കുന്നതിന് സൂചനയുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായി. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും സൂചനയുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല അനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഏത് കാര്യങ്ങൾ ചെയ്താലും വിജയിക്കുവാനായിട്ടുള്ള എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ട്. എത്രയൊക്കെ രാജയോഗമുണ്ട് എങ്കിലും അനുഭവിക്കണമെങ്കിൽ അത് ദൈവാധീനം തന്നെയാണല്ലോ പ്രധാനം. ദൈവാധീനമുള്ള ആഴ്ച. എന്നിരുന്നാലും ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണകാര്യങ്ങളിലുമൊക്കെ അതീവ ജാഗ്രത ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാൻ സൂചനയുണ്ട്. തൊഴിൽപരമായ നല്ല വിജയങ്ങൾ വന്നു ചേരും. പ്രൊമോഷൻ കിട്ടുന്നതിനോ ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിര നിയമനം വന്നു ചേരുകയോ ഒക്കെ നല്ലതാണ്. വിദേശത്ത് പോകുവാനും അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് ജോലിക്ക് പോകുവാനോ പഠിക്കുവാൻ പോകുവാനോ ഒക്കെ ചെയ്യുന്നതിന് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നിച്ചു. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ആഴ്ച. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും കഫസംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടുമൊക്കെ പ്രത്യേകിച്ച് പ്രായമായവർക്ക് തണുപ്പൊക്കെ അടിക്കാതെ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യങ്ങളിൽ തണുപ്പുള്ള ഭക്ഷണങ്ങൾ പാടില്ല. അതുപോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങൾ, കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങളൊക്കെ കഴിവതും ശ്രദ്ധയോടുകൂടി ഒഴിവാക്കണം. അതുപോലെ തന്നെ മരുന്നൊക്കെ കഴിക്കുന്നവർ പഴകിയ മരുന്നുകളും തണുപ്പടിച്ച മരുന്നുകളും ഒക്കെ കഴിക്കാതെയും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. ഗൃഹസംബന്ധമായിട്ട് പൊതുവെ സമാധാനവും സന്തോഷവുമുള്ള സമയം. സഹോദരസ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കും ഉയർച്ചകൾ ലഭിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപൂർണമായ കാലം. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പാലിക്കുന്നതിനും ക്ഷേത്ര ദർശനം നടത്തുന്നതിനുമൊക്കെ അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ ചില മാന്ദ്യങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും സാമാന്യം ഭേദമായ രീതിയിൽ തൊഴിൽ ശ്രദ്ധയോടുകൂടി നടത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവർക്കും കൃഷിക്കാർക്കുമൊക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ്.
തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യമുണ്ട്. 9ാം ഭാവത്തിൽ, ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യാധിപനാണ്. അതുപോലെ തന്നെ സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആദിത്യനും കൂടിയാണ്. അപ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധികൾ, അപ്പോയിൻമെൻ്റ് ഓർഡറിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് കിട്ടേണ്ട ആഴ്ചയാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ വിജയിക്കും. ഉയർന്ന ശമ്പളത്തോടുകൂടി പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു ആഴ്ച. അതുപോലെ തന്നെ ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുക. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ കേതുവിനോട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഒരു കാരണവുമില്ലാതെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അതുകൊണ്ട് സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള കുൽസിത ബുദ്ധികളൊക്കെ ഉപയോഗിച്ച് പിണക്കുവാൻ ചിലപ്പോൾ ഈ നക്ഷത്രക്കാരെ ശ്രമിച്ചേക്കാം. അത് വളരെ ജാഗ്രത വേണം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാനും അപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരും. സഹോദര സ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ നല്ല അഭിവൃദ്ധി വന്നു ചേരുകയും പരസ്പരം സഹായിക്കുന്നതിനും നല്ല ആഴ്ച. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറവാണ്. അഷ്ടമം എന്ന് പറയുന്ന നാശസ്ഥാനത്താണ് ധനസ്ഥാനത്തിൻ്റെയും പ്രതിഭാസ്ഥാനത്തിൻ്റെയും അധിപൻ കൂടിയായ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. ആയതിനാൽ പല വിധത്തിലുള്ള കഷ്ടതകളും മനക്ലേശങ്ങളും സൂചകമായിരിക്കുന്നു. മറ്റുള്ള സുഹൃത്തുക്കളെയൊക്കെ കൂടെ കൂട്ടുന്നത് വളരെ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം നഷ്ടങ്ങളും മാനാപമാനങ്ങളും ഒക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. തൊഴിൽപരമായിട്ടും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. തൊഴിൽ സ്ഥാനത്ത് രാശ്യാധിപൻ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ആ കേതു അവിടെ കൂടെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഒരു കാരണവുമില്ലാതെ സഹപ്രവർത്തകരുടെ നിസ്സഹകരണവും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും മേലധികാരികളുടെ പിണക്കവും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ഹാജരാകുകയും ഏൽപ്പിച്ച ജോലികൾ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുകയും ഒക്കെ വളരെ ആവശ്യമാണ്. കൂടാതെ വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കുക. കരാർ ഉടമ്പടികളിലും എഗ്രിമെൻറ്റുകളിലും ഒപ്പുവയ്ക്കുന്നതും ജാമ്യനിരിക്കുന്നതുമൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഐശ്വര്യപൂർണമായ കാലം. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ ദൈവാധീനം ഉള്ള ഒരു സമയമാണ്. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തി സ്ഥാനത്ത് സപ്തമഭാവത്തിൽ രാശ്യാധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ വളരെ ഐശ്വര്യപൂർണമാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. വാഹന സംബന്ധമായിട്ടും നല്ലതാണ്. ഒരു വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട്. അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും വാഹനം വന്നു ചേരുമോ ഈ ആഴ്ച തന്നെ എന്ന് ചോദിച്ചാൽ അത് നടപ്പുള്ള കാര്യമാണ്. ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും അത് ലഭിക്കുവാൻ യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ചു. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടം 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കും. വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. രാശ്യാധിപൻ 3ാമിടത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആഴ്ച പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുത്താൽ അത് വലിയ നഷ്ടങ്ങളോ അത് ദുർബുദ്ധിയായി പോയി എന്ന് പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല. വളരെയധികം ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ദേഷ്യം വർദ്ധിക്കുവാനും സൂചനയുണ്ട്. ആഗ്നേയ ഗ്രഹമായ
അഷ്ടമഭാവത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ആദിത്യൻ നിവൃത്തിസ്ഥാനത്ത് സപ്തമത്തിൽ നിൽക്കുമ്പോൾ 6-ാം ഭാവാധിപനും കൂടി ഉള്ളതിനാൽ ജീവിത പങ്കാളിയുമായിട്ട് വഴക്കിടുന്നതിനോ വഴക്കിട്ട് നിൽക്കുന്നവർ കോടതിയിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ കേസ് കൊണ്ടുപോടുന്നതിനോ ഒക്കെ സൂചനയുള്ളതിനാൽ ആദ്യമേ വളരെ ആലോചിക്കുക, കേസ് കൊടുക്കണോ, പോലീസ് സ്റ്റേഷനിൽ പോകണോ എന്നൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല. ഇത് കേൾക്കുന്ന ആൾക്കാർ നിരവധിയാണല്ലോ. അവർ കേൾക്കുന്നവർക്ക് പ്രയോജനം വരട്ടെ എന്ന് കരുതി പറയുന്നു. ഈ ആഴ്ച അല്ലെങ്കിൽ പിന്നീട് സമയം കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ പിണക്കങ്ങളൊക്കെ മാറുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനൊക്കെ സാധിക്കും. ഇപ്പോഴുള്ള പിണക്കങ്ങൾ എന്തിനായിരുന്നു എന്ന് അപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. തൊഴിൽപരമായ നല്ല വിജയങ്ങൾ വന്നു ചേരും. ധന ആഗമന യോഗവും ഉണ്ട്. എങ്കിലും ചില കാര്യങ്ങൾക്ക് ചില ധൈര്യക്കുറവും സൂചകമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും കലയുടെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ സൂചകമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള ആഴ്ച. രാശിയിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ രാശ്യാധിപന്റെ സ്ഥിതി അനുസരിച്ചുമൊക്കെ നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. എന്നിരുന്നാലും ഞരമ്പ് സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. അതായത് പൊക്കത്തിലൊക്കെ കയറുന്നവരും സാഹസികമായ ജോലികളൊക്കെ ചെയ്യുന്നവർ ക്ഷതമോ പതനമോ വീഴ്ചയോ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സംസാരം വളരെ ശ്രദ്ധിക്കണം. ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ സൂചകമാണ്. തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് നല്ല ഒരു സന്തോഷ വാർത്ത ഈ ആഴ്ച ലഭിക്കും എന്നുള്ളതാണ് തൊഴിൽ സ്ഥാനത്തേക്ക് പ്രബലഗ്രഹമായ ശുക്രൻ്റെ ദൃഷ്ടി കൊണ്ട് കാണിക്കുന്നത്. കൂടാതെ രാശ്യാധിപൻ തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനും ആ തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുമ്പോൾ തൊഴിൽപരമായ പുരോഗതികളും വിജയങ്ങളും അപ്രതീക്ഷിത ധന ആഗമന യോഗവും ഉണ്ടാകും. മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനമുള്ള സമയമാണ്. രാശ്യാധിപനും തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സുഖസ്ഥാനമായ 4-ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ പ്രതിഭാസ്ഥാനത്ത് നിപുണയോഗത്തോടുകൂടി ആദിത്യനും ബുധനും സ്ഥിതി ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക്, ടെസ്റ്റുകൾ എഴുതുന്നവർ പ്രൈവറ്റ് മേഖലകളിലായാലും ഗവൺമെൻറ് മേഖലകളിലായാലും വിദേശത്ത് പോകുവാനും ഒക്കെ ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് വിജയിക്കും. അതിനുള്ള പൂർണ്ണ ദൈവാനുഗ്രഹവും ഭാഗ്യവും തുണയായിട്ട് ഉള്ള സമയമാണ്. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ തീരുമാനമെടുക്കുവാൻ പറ്റിയ ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. അതുപോലെ തന്നെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തം നാട് വിട്ട് ജോലി ലഭിക്കുന്നതിനോ വിജയത്തിനായിട്ട് പുതിയ അഡ്മിഷൻ ഒക്കെ ശരിയായി കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട്. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ മീനം രാശിക്കാർക്ക് വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്യുകയും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അവരവരാൽ കഴിയാവുന്ന രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ മത ആചാരപ്രകാരമൊക്കെ ചെയ്യുന്നതും ദോഷങ്ങളെ ഇല്ലാതാക്കുകയും ശ്രേയസ്സും യശസ്സും വിജയങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.